ഹരി ഓം. ഖണ്ഡം 4. മാധുര്യഖണ്ഡം. അധ്യായം 6. അയോധ്യാപുരവാസിന്യുപാഖ്യാനം. തുടർഭാഗം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ അയോധ്യാപുരവാസിനികൾ വിമല രാജാവിന്റെ പുത്രിമാരായി ജനിച്ചു. കാലക്രമേണ ആ പുത്രിമാർ വിവാഹപ്രായമായപ്പോൾ യാജ്ഞവൽക്യ മഹർഷി നൽകിയ ഉപദേശം രാജാവ് സ്മരിച്ചു. തുടർന്ന് അദ്ദേഹം ഒരു ദൂതനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ദൂത, നീ മധുരയിൽ പോയി വസുദേവപുത്രനെ കാണണം. ഘനശ്യാമവർണ്ണമുള്ളവനും ശ്രീവത്സചിഹ്നത്താൽ ശോഭിക്കുന്നവനും അത്യന്തം മനോഹര സ്വരൂപനുമായിരിക്കും ആ ബാലൻ. എന്റെ എല്ലാ പുത്രിമാരെയും അദ്ദേഹത്തിന് കന്യാദാനമായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവിന്റെ ആജ്ഞ ശിരസാ സ്വീകരിച്ച ദൂതൻ മധുരാപുരിയിലേക്ക് യാത്ര തിരിച്ചു. മധുരയിൽ എത്തിയ ശേഷം അവിടുത്തെ ജനങ്ങളോട് വസുദേവപുത്രനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ദൂതൻ ശ്രമിച്ചു. അപ്പോൾ ജനങ്ങൾ അതീവ രഹസ്യമായി ഇപ്രകാരം പറഞ്ഞു: വസുദേവന്റെ പുത്രന്മാരെയെല്ലാം കംസൻ ക്രൂരമായി വധിച്ചു. അവശേഷിച്ച ഒരു പുത്രി ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞുപോയി. കംസനെ ഭയന്ന് ഈ വിവരങ്ങളൊന്നും ഇവിടെ ആരും തുറന്നു സംസാരിക്കാറില്ല. വസുദേവന്റെ 8ാമത്തെ പുത്രനാണ് കംസന്റെ ശത്രു. ഈ രഹസ്യവാർത്തകൾ എല്ലാം അറിഞ്ഞ ദൂതൻ ചമ്പകാപുരിയിലേക്ക് മടങ്ങി. തുടർന്ന് അവൻ രാജാവിന്റെ സന്നിധിയിൽ എത്തി. കേട്ടറിഞ്ഞ വിവരങ്ങളെല്ലാം വിനയപൂർവ്വം അറിയിച്ചു. കൂടാതെ ദൂതൻ മറ്റൊരു കാര്യം കൂടി രാജാവിനെ അറിയിച്ചു. കാളിന്തി തീരത്തുള്ള മനോഹരമായ വൃന്ദാരണ്യത്തിൽ ശ്രീവത്സചിഹ്നത്താലും വനമാലയാലും അലങ്കരിക്കപ്പെട്ട ഘനശ്യാമവർണ്ണമുള്ള ഒരു സുന്ദര ബാലനെ കണ്ടുവെന്നും ദൂതൻ പറഞ്ഞു. ദൂതന്റെ ഈ വാക്കുകൾ കേട്ട രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദിഗ്വിജയയാത്രയ്ക്കിടയിൽ ഭീഷ്മ പിതാമഹൻ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം വിമല രാജാവ് ഭീഷ്മ പിതാമഹനോട് ഇപ്രകാരം ചോദിച്ചു: മധുരാപുരിയിലെ യദുകുലത്തിൽ വസുദേവ പത്നിയായ ദേവകിയിൽ ഭഗവാൻ ഹരി ജന്മമെടുക്കുമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞിരുന്നു. എന്നാൽ വസുദേവന്റെ പുത്രനായി ഹരി അവതരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. ഇനി ഞാൻ എന്റെ കന്യകമാരെ ആർക്കാണ് നൽകേണ്ടത്? അങ്ങ് മഹാഭാഗവതനും സർവജ്ഞനുമാണല്ലോ. ദയവായി എനിക്ക് ഒരു ഉപായം പറഞ്ഞു തന്നാലും. ദിവ്യദൃഷ്ടിയുള്ള ഗാംഗേയൻ ഇപ്രകാരം പറഞ്ഞു: അസുര നിഗ്രഹത്തിനായി ഭഗവാൻ ഹരി വസുദേവ ഗൃഹത്തിൽ ജന്മമെടുത്തിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ കംസന്റെ ഭയം കാരണം വസുദേവൻ ആ ശിശുവിനെ യശോദാദേവിയുടെ സമീപത്ത് കിടത്തി. തുടർന്ന് യശോദയുടെ പുത്രിയായ യോഗമായെ എടുത്തുകൊണ്ട് അദ്ദേഹം മധുരയിലേക്ക് മടങ്ങിവന്നു. വസുദേവപുത്രനായ കൃഷ്ണൻ ആരും അറിയാതെ ഗോകുലത്തിൽ വളരുകയാണ്. 11 വർഷക്കാലം അവിടെ താമസിച്ച ശേഷം കംസവധം നിറവേറ്റി അദ്ദേഹം സ്വയം പ്രകടമാകും. അയോധ്യാപുരവാസിനികൾ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ പുത്രിമാരായി ജനിച്ചിരിക്കുന്നു. അതിനാൽ ആ കന്യകമാരെ ഉടൻ തന്നെ ശ്രീകൃഷ്ണന്റെ തിരുസന്നിധിയിൽ കന്യാദാനമായി സമർപ്പിക്കുക. ഇപ്രകാരം പറഞ്ഞ ശേഷം ഭീഷ്മ പിതാമഹൻ ഹസ്തിനാപുരത്തേക്ക് യാത്ര തിരിച്ചു. തുടർന്ന് വിമല രാജാവ് തന്റെ ദൂതനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് അയച്ചു. ഇവിടെ 4ാം ഖണ്ഡത്തിലെ 6ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.